സമസ്തയുടെ പണ്ഡിത സഭയായ മുഷാവറ പുനഃസംഘടന പൂർത്തിയായി. 6 പേരെ പുതുതായി ഉൾപ്പെടുത്തിയാണ് മുഷാവറ പുനഃസംഘടിപ്പിച്ചത്. മുഷാവറയിൽ ഇത്തവണ മുസ്ലിം ലീഗ് പ്രതിനിധികളില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പാണക്കാട് കുടുംബാംഗങ്ങൾ ഇത്തവണ മുഷാവറയിൽ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇവരാരും പട്ടികയിൽ ഇടം നേടിയില്ല. ജിഫ്രി തങ്ങൾക്കെതിരായ വിമർശനത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ലീഗ് അനുകൂല പണ്ഡിതനായ മുസ്തഫൽ ഫൈസിയെയും തിരിച്ചെടുത്തില്ല. പുനഃസംഘടനയോടെ മുഷാവറയിലെ അംഗങ്ങളുടെ എണ്ണം 38ആയി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ ഇത്തവണ മുഷാവറയിലേക്ക് പരിഗണിച്ചിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ 2 പേരെയും മുഷാവറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗഫൂർ അൻവാരി, അലവി ഫൈസി കൊളപ്പറം, ബഷീർ ഫൈസി ചിക്കോന്ന്, ഷഫീഖ് ബാഘവി കണ്ണൂർ, TK അബൂബക്കർ വേളിമുക്ക്, മാമ്പുഴ സൈദാലി മുസ്ലിയാർ എന്നിവരാണ് മുഷാവറയിലെ പുതിയ അംഗങ്ങൾ. അതേസമയം സമസ്ത മുഷാവറയിലേക്ക് പാണക്കാട് കുടുംബാംഗങ്ങളെ പരിഗണിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം തള്ളി. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ, ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.